ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടി നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ചെടിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തേണ്ട ഒരു ചെടി തന്നെയാണ്. സൗന്ദര്യവർദ്ധക ഔഷധിയായിട്ടും ത്വക്ക് രോഗങ്ങളെ ശമിപ്പിക്കുന്ന ഒരു ഔഷധിയായിട്ടും ഇത് നമ്മൾ ഉപയോഗിച്ച് വരുന്നു. ഈ മൈലാഞ്ചി നിസ്സാരക്കാരനല്ല, നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ചെടിയാണ്. പ്രധാനമായിട്ടും നമ്മുടെ തലമുടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, താരൻ, മുടി പൊഴിച്ചിൽ, മുടി പൊട്ടിപ്പോവുക, കൊഴിഞ്ഞു പോവുക, അതുപോലെ തന്നെ നര ഉണ്ടാകുന്നതും മുടി ചെമ്പിച്ച് പോകുന്നതും എല്ലാം നമ്മുടെ മുടിക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. അപ്പം നരയൊക്കെ നമ്മുടെ മുടിക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ഇതുകൊണ്ട് ഒരു മരുന്നുണ്ടാക്കി തലയിൽ തേക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ തലമുടിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണ. അപ്പോൾ അത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒരിക്കലും നരയ്ക്കില്ല. അതുപോലെ താടിയിലും മീശയിലും എല്ലാം നമുക്ക് ഈ എണ്ണ തേക്കാവുന്നതാണ്. അപ്പോൾ ഇത് ദീർഘനാൾ ഉപയോഗിച്ച് ഇതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഒരുപാട് വയസ്സായി, ഇപ്പോൾ 70 വയസ്സായിട്ടുള്ള ആൾ പോലും ഒട്ടും നരയ്ക്കാതെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എണ്ണയാണ് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ നമുക്കിത് വളരെ സുരക്ഷിതമായിട്ടും വളരെ വിശ്വാസത്തോടു കൂടിയും നമ്മുടെ വീട്ടുമുറ്റത്തിൽ നിന്നും ഇത് അടർത്തിയെടുത്ത് എണ്ണയിൽ കാച്ചി വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് തന്നെ ഇത് തലമുടിക്ക് മാത്രമല്ല, നമുക്കുണ്ടാകുന്ന ഒരുപാട് ത്വക്ക് രോഗങ്ങൾക്ക്, കുട്ടികൾക്കുണ്ടാകുന്ന കരപ്പൻ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഇത് കുറച്ച് അരച്ച് ആ കരപ്പനുള്ള ഭാഗത്ത് പുരട്ടി കഴിഞ്ഞാൽ പൊഴിഞ്ഞു പോകുന്ന രീതിയിൽ അത് അപ്രത്യക്ഷമാകും. അതൊരു ഏകദേശം ഒരു 3 ദിവസം പോലും വേണ്ട, അതിന് മുമ്പ് തന്നെ ഈ കരപ്പനൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ പുഴുക്കടി, വളങ്കടി, നഖങ്ങൾക്കുണ്ടാകുന്ന കുഴിനഖം, മറ്റു രോഗങ്ങളെല്ലാം, നഖങ്ങളിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹരിക്കാനാവും. അതുപോലെ തന്നെ ഈ ഉപ്പ് ചേർത്ത് അല്ലെങ്കിൽ മഞ്ഞൾ ചേർത്ത് അരച്ച് നമുക്ക് ഈ നഖങ്ങളിലൊക്കെ പുരട്ടാവുന്നതാണ്. അതൊക്കെ വളരെയധികം നല്ല നഖങ്ങൾ മനോഹരമായിട്ടും ഇരിക്കും. അതുപോലെ തന്നെ ഈ നഖങ്ങൾക്കുണ്ടാകുന്ന ഒട്ടുമിക്ക രോഗങ്ങളെയും പ്രതിരോധിക്കാനും ആവും. നമ്മൾ മലയാളികൾ ഇതിനെ മൈലാഞ്ചി എന്ന് പറയും. അതുപോലെ ഹിന്ദിയിൽ ഹെന്ന, മെഹന്തി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ഹെന്ന ട്രീ എന്നാണ് അറിയപ്പെടുന്നത്. സംസ്കൃതത്തിലെ രാഗാംഗി എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതൊരു ആയുർവേദ ഔഷധം കൂടിയാണ്. മിക്കവാറും ഈ തൊലിപ്പുറത്തുണ്ടാകുന്ന ഫംഗസ് രോഗങ്ങൾക്കൊക്കെ ആയുർവേദത്തിൽ കിട്ടുന്ന ഒരുപാട് ഔഷധങ്ങൾ ഇതിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെന്ന പൗഡർ, മെഹന്തി പാക്കറ്റ്, ഇതെല്ലാം നമ്മൾ സ്ത്രീകൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇതൊക്കെ നമുക്ക് വീട്ടിലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഇതിൽ നിന്ന് നമ്മുടെ മുടി നരയ്ക്കാതിരിക്കാൻ തയ്യാറാക്കുന്ന എണ്ണയെ പറ്റിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ കുറച്ച് ഇലകൾ ഇതിൽ നിന്ന് ശേഖരിക്കുക, അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ചതച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലേക്ക് ചേർക്കുമ്പോൾ അത് ഒരുപാട് നേരമായിട്ട് ആ വെള്ളം ഒരുപാട് പറ്റി വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാണ് അധികം വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നീരുണ്ട്, ആ നീരാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച്, അപ്പോൾ എണ്ണ എടുക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നുകിൽ നല്ലെണ്ണ, എള്ളെണ്ണ, അതാണ് ഈ നല്ലെണ്ണ. അതുപോലെ തന്നെ വെളിച്ചെണ്ണ വളരെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ നമ്മൾ എടുക്കണം. ഒരിക്കലും നമ്മൾ മായം ചേർന്ന വെളിച്ചെണ്ണയാണെന്ന് ബോധമുണ്ടെങ്കിൽ അത് ഒരിക്കലും ചേർക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിലൊക്കെ ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് കിട്ടും. ഇതുപോലെ നമ്മൾ പാത്രത്തിലെ വെള്ളം പറ്റിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയോ, അതല്ലെങ്കിൽ ഇത് കുറച്ച് വെളിച്ചെണ്ണയാണ്, നല്ലെണ്ണയോ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ തയ്യാറാക്കി ചതച്ച് വെച്ച ഈ മൈലാഞ്ചിയുടെ ആ ഇലകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിൽ നിന്ന് ഒരു പതയുണ്ടാവും. അപ്പോൾ ഈ പത ഇതിനുള്ളിലെ ജലാംശമാണ്. അപ്പോൾ ഈ ജലാംശം നന്നായിട്ട് അത് തിളച്ച് പറ്റി വരണം. അപ്പോൾ കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഇങ്ങനെ കുറേ കുമിളകളായിട്ട് ഇങ്ങനെ വരുന്നത്. നമ്മുടെ തലയിൽ തേക്കാനായിട്ട് എണ്ണ കാച്ചുമ്പോൾ ഒരു പാകമുണ്ട്. അപ്പോൾ ആ പാകം തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ജലദോഷവും മൂക്കൊലിപ്പും തുമ്മലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വെള്ളം അതിനകത്ത് തങ്ങി നിന്ന് കഴിഞ്ഞാൽ, നമ്മൾ തേക്കുന്ന എണ്ണയിൽ ഇങ്ങനെ ശരിക്കും പറ്റാതെ തങ്ങി നിന്ന് കഴിഞ്ഞാലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ എണ്ണയൊക്കെ തേച്ച് കുളിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനെ തുമ്മൽ, മൂക്കൊലിപ്പ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്നൊരു നിഗമനം നടത്താൻ നമ്മൾ തേച്ചിരിക്കുന്ന എണ്ണയുടെ പ്രശ്നമാണെന്ന്. അപ്പോൾ നമ്മളെപ്പോഴും ഈ എണ്ണ കാച്ചുമ്പോൾ ഇതിലുള്ള വെള്ളം മുഴുവൻ ഈ പറ്റുന്നതിനുള്ള സമയം കൊടുക്കണം. അപ്പോൾ ഏകദേശം ഇതുപോലെ ഈ പതകൾ പറ്റി വരുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് ഇനി ജലാംശം ഉണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിനായിട്ട് ഒന്നുകിൽ കുറച്ച് കുരുമുളകോ, ഇതുപോലെ കുറച്ച് അരി, നമ്മൾ ഈ വേവാത്ത അരി തന്നെ വേണം. ആ അരി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പൊങ്ങി വരും.
അപ്പോൾ ഇതിൽ ഇനി ജലാംശം ഇല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ കുരുമുളക് ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇതിട്ട് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം കറക്റ്റായി കഴിഞ്ഞു. ഇനി നമുക്കിത് നിർത്തി വെക്കാം. അപ്പം നിർത്തി ആറിയതിന് ശേഷം നമുക്കിത് അരിച്ച് മാറ്റിയെടുക്കണം. ഇപ്പോഴാണ് ഇതിൻ്റെ നിറമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും മൈലാഞ്ചിയുടെ എല്ലാ സത്തും ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് ഒരു 100 ഗ്രാം വെളിച്ചെണ്ണയോളമൊക്കെ ഉള്ളൂ. അപ്പം വളരെ കുറച്ച് മാത്രമേ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളൂ. ഇത് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് കൊണ്ടും ഇത് നമ്മളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു രീതി. ഇത് നമുക്ക് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഈ എണ്ണ ഞാൻ അരിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കരടൊക്കെ നമ്മളങ്ങ് മാറ്റി വെക്കണം. അപ്പോൾ ഈ കരടെല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലൊക്കെ എപ്പോഴും അത് പറ്റിയിരിക്കും. അതുകൊണ്ട് കരടൊക്കെ മാറ്റി നല്ല ശുദ്ധമാക്കി വെക്കണം. എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ഈ ക്വാണ്ടിറ്റി നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ എന്നും കുളിക്കുന്നതിന് മുമ്പ് നമുക്കിത് തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ കഴിഞ്ഞിട്ട് കുളിക്കാം. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് മൈലാഞ്ചി ഇലയെ നമ്മുടെ എണ്ണയിൽ ചേർത്തെടുക്കാൻ പറ്റും. സാധാരണയായിട്ട് പലരും പല വസ്തുക്കളായിരിക്കും, പല ഇലകളായിരിക്കും നമ്മൾ എണ്ണ കാച്ചാനായിട്ട് പ്രയോഗിക്കുന്നത്. മിക്കവാറും എല്ലാവരും ചെമ്പരത്തിയുടെ ഇല, കറിവേപ്പില, നെല്ലിക്ക, അതുപോലെ കയ്യുന്നി, നീല അമരിയുടെ ഇലകൾ, കറ്റാർ വാഴ, ഇതെല്ലാം നമ്മൾ എണ്ണ കാച്ചുന്നതിനായിട്ട് പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനോടൊപ്പം നമുക്ക് ഒരു പിടി ഈ മൈലാഞ്ചി ഇല കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്പെടും നമുക്ക്. നമ്മൾ ഏത് വസ്തുക്കളാണോ എണ്ണ കാച്ചാനായിട്ട് പ്രയോഗിക്കുന്നത്, അരച്ചെടുക്കുന്നത്, അതിനോടൊപ്പം ഈ മൈലാഞ്ചി ഇലയും കൂടി ചേർത്തെടുക്കുക. നമ്മുടെ തലമുടി നരയ്ക്കുന്നത് തന്നെ 2 സമയത്ത് കാണപ്പെടാറുണ്ട്. അതിൽ അകാല നര, അതായത് 30 വയസ്സിന് താഴെ പ്രായമുള്ളവരുടെ നര, അത് കുറച്ച് പ്രശ്നമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അത് മിക്കവാറുമൊക്കെ പാരമ്പര്യമായിട്ട് വരുന്നതാണ്. ഇതല്ലാതെ നമ്മുടെ ആഹാരശൈലിയിലെ ആ ഒരു പ്രശ്നങ്ങൾ മൂലവും ഈ അകാല നര ഉണ്ടാവാറുണ്ട്. കൂടുതലായിട്ട് നമ്മൾ പച്ചക്കറികളും ചീര, ക്യാരറ്റ് മുതലായവ പച്ചയായിട്ട് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ, ഇലക്കറികളും ഒക്കെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അകാല നര ഉണ്ടാവത്തില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ തലമുടി നല്ല ആരോഗ്യത്തോടു കൂടിയും സൗന്ദര്യത്തോടു കൂടിയും ഒക്കെ ഇരിക്കണമെങ്കിൽ തലമുടിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും അതുപോലെ മറ്റ് പോഷകങ്ങളും ഒക്കെ നമ്മൾ ഉള്ളിൽ ചെന്നിരിക്കണം. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മുടെ തലമുടി ഒന്നുകിൽ ചെമ്പിച്ച അവസ്ഥയിലേക്കും അല്ലെങ്കിൽ നിറം മാറിയ അവസ്ഥയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഈ അകാല നരയൊക്കെ വന്നിട്ടുള്ളവർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല. ഇത്തരത്തിലൊരു എണ്ണ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഇത് തയ്യാറാക്കി നമ്മളൊരു 6 മാസമെങ്കിലും തുടർച്ചയായിട്ട് ഉപയോഗിക്കുക. നമുക്ക് നല്ല വ്യത്യാസം അനുഭവപ്പെടും. അതിനോടൊപ്പം നമ്മുടെ ആഹാര രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക. കൂടുതൽ പ്രോട്ടീനും പോഷകങ്ങളും ഒക്കെ ഉള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ട് ശീലിക്കുക. അതുപോലെ മാനസികമായിട്ട് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും ടെൻഷൻ അനുഭവിക്കുന്നവർക്കും മുടികൊഴിച്ചിൽ ഒരുപാട് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇത്തരത്തിലുള്ള എണ്ണ തയ്യാറാക്കി ദിവസേന തേക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നല്ല ഉറക്കം കിട്ടും. ഇപ്പോൾ ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ മാറിക്കിട്ടും, നമ്മുടെ ആരോഗ്യം തിരിച്ചു കിട്ടും. ഇതിൽ നിന്ന് നമ്മുടെ മുടികൊഴിച്ചിലൊക്കെ ഒരു പരിധി വരെ കുറച്ച് നിർത്താവുന്നതാണ്. അതുപോലെ ഈ മുടികൊഴിച്ചിലിൻ്റെ മറ്റൊരു കാരണമാണ് ദുർമേധസ്, അതായത് ശരീരത്തിനുണ്ടാകുന്ന അമിതവണ്ണം. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാലും മുടികൊഴിച്ചിൽ ഒരുപാട് കാണാറുണ്ട്. അതിൻ്റെ കാരണം ശരീരത്തിൽ മുടിക്കൊക്കെ ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കുറവും അതുപോലെ ടോക്സിനുകൾ കൂടുതലുമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വണ്ണം കുറയ്ക്കാനായിട്ട് കൂടുതൽ വ്യായാമങ്ങൾ ചെയ്യുക. അതുവഴി നമ്മുടെ ശരീരം കൂടുതൽ ടോക്സിനുകളെ പുറന്തള്ളുകയും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ലഭിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ കൊഴുപ്പ് ഒരുപാട് പുറന്തള്ളുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളെല്ലാം പുറന്തള്ളും. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ മുടി കൊഴിച്ചിൽ, നര, അതുപോലെ താരൻ മുതലായ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഈ ഒരു ഔഷധം കൊണ്ട് എണ്ണ തയ്യാറാക്കി തേക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.